നമ്മളുടെ ലൈഫിൽ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എന്നാലും എനിക്ക് ലൈഫിൽ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുക, എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ലോൺലിനെസ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ മന്തിലും 2 days ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കാറുണ്ട്. ജാനുവരി മന്തിലെ കൺസൾട്ടേഷനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലോട്ട് ഫ്രീ കൺസൾട്ടേഷൻ എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഈ ഒറ്റപ്പെട്ടു പോവുക എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും ആൾക്കാരില്ലാതാവുക എന്നുള്ളതല്ല. നമ്മൾക്ക് മറ്റൊരു വ്യക്തിയായിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് എത്ര സെക്യൂർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു എബിലിറ്റിയാണ് പറയുന്നത്. ഇനി ഈ ലോൺലിനെസ്സിൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. എൻ്റെ ചുറ്റും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നമ്പർ ഓഫ് ഫ്രണ്ട്സ് കൂടുതലാണെങ്കിൽ എനിക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ എനിക്കൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അതായത് എനിക്കെൻ്റെ ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ വളരെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല, കാരണം അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതെല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ലൈഫിൽ എത്ര കണ്ട ആൾക്കാരുണ്ട്, എത്ര കണ്ട നമ്പർ ഓഫ് ഫ്രണ്ട്സ് എനിക്കുണ്ട് എന്നതിലല്ല കാര്യം. എൻ്റെ ലൈഫിൽ എനിക്ക് എത്ര കണ്ട് സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മറ്റൊരു വ്യക്തിയായിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു എബിലിറ്റിയാണ് ഇവിടെ വേണ്ടത്. എനിക്കൊരാളായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ, അതായത് എൻ്റെ കൂടെ 100 ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും കൂടിയിട്ട് അതിൽ എത്ര പേരെടുത്ത് എനിക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കണക്ഷൻ, ഒരു സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള എൻ്റെ എബിലിറ്റി, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് കുറച്ച് നമുക്ക് ഓപ്പൺ ആവാൻ സാധിക്കുന്ന, നമുക്ക് സേഫ് ആയിട്ടുള്ള, കുറച്ച് വൾനറബിൾ ആവാൻ സാധിക്കുന്ന ഒരാളെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒറ്റപ്പെടലിൽ നിന്നുള്ളൊരു സൊല്യൂഷൻ അല്ല. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിലാവുന്നതും, ആ റിലേഷൻഷിപ്പിൽ നമ്മൾ മാരി ചെയ്യുന്നതോ നമ്മുടെ പാർട്ട്ണറായി വരുന്നത് പലപ്പോഴും ഒരു ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്, നമ്മുടെ കൂടെ എത്ര പേരുണ്ട്, എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നതിലല്ല, നമുക്ക് എത്ര കണ്ട് സേഫായിട്ട് കുറച്ചുകൂടെ ഓപ്പണായി വൾനറബിൾ ആയിട്ട് നമ്മുടെ ഇമോഷൻ നമുക്ക് മറ്റൊരാളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ആ ഒരു എബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മുടെ ലൈഫിൽ പലപ്പോഴും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാറുണ്ട്. എൻ്റെ ലൈഫിൽ ഇവരില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ്, എനിക്ക് പാർട്ട്ണർ ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അവിടെ കുറവ് വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമുക്ക് ചുറ്റുള്ള ആൾക്കാരായിട്ട് പലപ്പോഴും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. അതായത് എനിക്ക് എത്ര കണ്ട് ഞാനായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ്ങറായിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നമുക്ക് മറ്റൊരാളായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പും നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാനിവിടെ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ, അതായത് കോവിഡിൻ്റെ ടൈമിൽ നമ്മളെല്ലാവരും ഐസൊലേറ്റ് ചെയ്തായിരുന്നു, ആ ഒരു ഒറ്റപ്പെടലല്ല. ലൈഫിൽ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ട് നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് ലൈഫിൽ എൻ്റെ ലൈഫ് പാർട്ട്ണർ ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ, ഇതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെടൽ എങ്ങനെയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക, ഇവിടെയാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റിങ് ലൈഫിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതായത് നമ്മളെല്ലാം ചൈൽഡ്ഹുഡിൽ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഇമോഷണൽ നീഡ് ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുക നമ്മുടെ പേരൻസിൻ്റെ അടുത്തായിരിക്കും. നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് ഇന്ന ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് ഇന്ന രീതിയിലുള്ളൊരു ലോൺലിനെസ്, എനിക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ പേരൻസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മളത് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും പേരൻസിൻ്റെ അടുത്തുനിന്ന് ഒരു ഇമോഷണൽ സപ്പോർട്ടോ വാലിഡേഷനോ ലഭിക്കാറില്ല, അല്ലേ?
ഞാനിവിടെ പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ടായിരിക്കും. അതായത് കുഞ്ഞുങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നീഡാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. പലപ്പോഴും ഈ പാരൻസിന് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എല്ലാം കാരണം കുഞ്ഞുങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ട് പലപ്പോഴും പാരൻസിൻ്റെ അടുത്ത് നിന്ന് ലഭിക്കാറില്ല. ഇനീഷ്യലി കുഞ്ഞിന് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ പാരൻസിൻ്റെ അടുത്തുനിന്ന് ആ ഒരു ഇമോഷണൽ സപ്പോർട്ടും ആ ഒരു ഇമോഷണൽ കണക്ഷനും ലഭിക്കാതാവുമ്പോൾ കുഞ്ഞിന് പലപ്പോഴും ലഭിക്കുന്നത് പാരൻസിൻ്റെ റിജക്ഷനോ ക്രിറ്റിസിസോ ആയിരിക്കും. കുഞ്ഞിവിടെ പല അസംഷൻസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു ഇവൻറ്റ് കുഞ്ഞ് മനസ്സിലാക്കുക പലപ്പോഴും പാരൻസിന് ഇഷ്ടമില്ല, അതുപോലെ തന്നെ എൻ്റെ ഇമോഷൻസ് ഒന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് എൻ്റെ ലൈഫിൽ ആരുമില്ല എന്നുള്ള അസംഷനായിരിക്കും കുഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് എടുത്തു വെക്കുക. ഈ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ആ കുഞ്ഞ് എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് പെർസീവ് ചെയ്തത് എന്ന രീതിയിലായിരിക്കും അസംഷൻസ് ക്രിയേറ്റ് ആവുക. പിന്നീട് ഈ അസംഷൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഈ ചൈൽഡിൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കും. അതായത് പിന്നീട് പിയർ ഗ്രൂപ്പിൽ നിന്നായിരിക്കും, പാരൻസിൻ്റെ അടുത്തു നിന്നായിരിക്കും, ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നായിരിക്കും, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ നിന്നായിരിക്കാം. ഈ എക്സ്പീരിയൻസസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് എനിക്ക് ആരുമില്ല, ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് എന്നാണെങ്കിൽ അത് പിന്നീട് പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഈ അസംഷൻ അക്യുമുലേറ്റ് ചെയ്ത് ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് ഫോം ചെയ്യും. പിന്നീട് ഈ ബിലീഫ് സിസ്റ്റത്തിലായിരിക്കും ഈ ചൈൽഡിൻ്റെ അഡൽട്ട് ലൈഫിൽ റൺ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇന്ന് ഒരു ഫ്രണ്ട്സ് റിജക്റ്റ് ചെയ്യുമ്പോൾ, പാർട്ട്ണർ റിജക്റ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ, ഡിവോഴ്സ് ഉണ്ടാകുമ്പോഴെല്ലാം നമുക്കത് താങ്ങാൻ പറ്റാതാവുന്നത് നമ്മളവിടെ നമ്മുടെ വൂണ്ടഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗമാണ് അവിടെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും നമ്മളുടെ 20s-ലോ 30s-ലോ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ആ വൂണ്ടഡ് ആയിട്ടുള്ള ചൈൽഡായിരിക്കും. അതായത് അന്ന് ഫസ്റ്റ് ടൈം ആ കുഞ്ഞിന് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തപ്പോൾ അത് പാരൻസിൻ്റെ അടുത്ത് നിന്ന് ലഭിക്കാതെ പോയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ടും ഇമോഷണൽ വാലിഡേഷനും ആയിരിക്കും ചൈൽഡ് ഇപ്പോഴും ചൈൽഡിൻ്റെ അഡൽട്ട് ലൈഫിലും തേടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു ബിലീവ് സിസ്റ്റം, അതായത് എനിക്ക് ആരുമില്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള ബിലീവ് സിസ്റ്റം നമ്മൾ പലപ്പോഴും ഈ എംപ്റ്റിനെസ് ഫില്ല് ചെയ്യുന്നത് പലപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതായത് എൻ്റെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എന്നും ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് ലൈഫിൽ ഒരു സപ്പോർട്ടിനോ ഇമോഷണൽ സപ്പോർട്ടിനോ എൻ്റെ ലൈഫിൽ എനിക്ക് ആരുമില്ല എന്നുള്ള ഈ ഒരു ബിലീഫ് സിസ്റ്റത്തിന് നമ്മൾ പലപ്പോഴും ഫില്ല് ചെയ്യുന്നത്, ആ വോയിഡ്, ആ എംപ്റ്റിനെസ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് പലപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കും. ഈ എംപ്റ്റിനെസ് വോയിഡ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ ആൾക്കാരായിട്ട് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനെല്ലാം ശ്രമിക്കുന്നത്. ഇത് അൺഹെൽത്തി ആയിട്ട് ഒരുപാട് പേര് ഈ എംപ്റ്റിനെസ് ഫില്ല് ചെയ്യാറുണ്ട്. അതായത് എൻ്റെ ബിലീവ് സിസ്റ്റം, എൻ്റെ ലൈഫിൽ ഞാൻ എന്നും ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനോ എൻ്റെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യാനോ എന്നെ കേൾക്കാനോ എൻ്റെ ലൈഫിൽ ആരും ഇല്ല എന്നുള്ള ബിലീവ് സിസ്റ്റം പലപ്പോഴും ഈ വോയിഡ് ഫില്ല് ചെയ്യുന്നത്, ഈ എംപ്റ്റിനെസ് ഫില്ല് ചെയ്യുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് ഇമോഷൻസ് ഒന്ന് എക്സ്പ്രസ് ചെയ്യാനോ എൻ്റെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യാനോ എനിക്ക് ആരുമില്ല എന്നുള്ള ആ ഒരു വോയിഡ്, ആ എംപ്റ്റിനെസ് നമ്മൾ പല നെഗറ്റീവായിട്ടുള്ള രീതിയിൽ, അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഫസ്റ്റ് പോയിൻ്റാണ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഹാബിറ്റ്. എക്സസീവായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുക, ഡ്രഗ്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഓവർ ഈറ്റ് ചെയ്യുക. ഇവരെല്ലാം ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവരുടെ ഇമോഷൻസ് നമ്പ് ചെയ്യാണ്. ആ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല ലൈഫിൽ എന്ന് പറയുന്ന ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ആ ഇമോഷൻ നമ്പ് ചെയ്ത് പല രീതിയിൽ ആ ഇമോഷൻസിനെ നമ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ സെൽഫ് ഹാം ചെയ്യാറുണ്ട്. അതായത് ആ ഇമോഷണൽ പെയിൻ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഫിസിക്കലി അത് ഹാം ചെയ്യുക. അടുത്ത പോയിന്റാണ് അൺഹെൽത്തി ആയിട്ടുള്ള സോഷ്യൽ പാറ്റേൺസ്. ഇതിലൊരു കാറ്റഗറി ആൾക്കാരാണ് ഓവറായിട്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇമോഷണൽ സപ്പോർട്ട് മറ്റൊരാളുടെ അടുത്ത് നിന്ന് കിട്ടാൻ വേണ്ടി ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് കാണിക്കാം. ഇത് പലപ്പോഴും പാർട്ട്നേഴ്സിനിടയിൽ കാണാറുണ്ട്. ഒരു പാർട്ട്ണർ ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ്, വാലിഡേഷനും ഇമോഷണൽ സപ്പോർട്ടും എല്ലാം സീക്ക് ചെയ്യും. ഇത് പലപ്പോഴും ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണർ പലപ്പോഴും ഇമോഷണലി അൺഅവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ട്ണർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് പലപ്പോഴും ഈ പാർട്ട്ണർ കിട്ടാതാവും.
സെക്കൻഡ് കാറ്റഗറി ആൾക്കാരാണ് ഫസ്റ്റ് പറഞ്ഞ ഓവറായി ഡിപ്പെൻഡ് ചെയ്യില്ലേ, ഇവരുടെ ഓപ്പോസിറ്റ് വരുന്നത്. അതായത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ ഒരു സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് മറ്റൊരാൾ ശ്രമിക്കുമ്പോൾ അവരെ പുഷ് ചെയ്യും. ഇവർക്ക് ഒരിക്കലും അവരായിട്ടുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കാനോ അതുപോലെ തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരാളെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് ഒരിക്കലും ഇമോഷണൽ കണക്ഷനോ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനോ ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കില്ല പലപ്പോഴും ഇത് ചെയ്യുന്നത്. ഇവർക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള പെയിൻ ഉണ്ടായിരിക്കും. ഇവർക്ക് ഒരുപാട് ഇമോഷണൽ റിജക്ഷനും ക്രിറ്റിസിസവും എല്ലാം നേരിട്ടുണ്ട്. ആ സെയിം ഇമോഷണൽ പെയിൻ ഇവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മറ്റൊരാൾ അടുത്തോട്ട് വരുമ്പോൾ അവരെ പുഷ് ചെയ്ത് പുറത്തോട്ട് കളയുന്നത്. പല റിലേഷൻഷിപ്പിലും മുന്നേ പറഞ്ഞ ഓവറായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാർട്ട്ണറും സെക്കൻഡ് കാറ്റഗറിയിലുള്ള പാർട്ട്ണർ ഇമോഷണൽ സപ്പോർട്ട് ആഗ്രഹിക്കുമ്പോൾ പുഷ് ചെയ്യുന്ന പാർട്ട്ണറും തമ്മിലായിരിക്കും ഒരു കപ്പിളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പല റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് വരുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും. അടുത്ത അൺഹെൽത്തി വേ ആണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. ഇമ്പൾസീവായിട്ട് ഷോപ്പിംഗ് ചെയ്യത്തില്ല. അതായത് ഒരു ഇമോഷണൽ വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഷോപ്പിംഗ് ചെയ്യുക. ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും ഷോപ്പിംഗ് ചെയ്യുന്നത് ഈ ഇമോഷണൽ വോയിഡ് ഇമ്പൾസീവ് സ്പെൻഡിങ് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ആ ഒരു ഇമോഷണൽ വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പൾസീവായിട്ട് സ്പെൻഡ് ചെയ്യുക. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ആ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ഇമോഷണൽ വോയിഡാണ് അവരവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ഡേഞ്ചറാണ് അറിഞ്ഞിട്ടും അതിലെല്ലാം പോയിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഇമോഷണൽ വോയിഡാണ് അവരോട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് പുറത്ത് കടക്കാതെ അതിൽ തുടർന്നുകൊണ്ട് പോകുന്നത്. അവരുടെ വാലിഡേഷനും ഇമോഷണൽ സപ്പോർട്ടും എല്ലാം സീക്ക് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയിലായിരിക്കും. ഇത് ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ടും ഇമോഷണൽ വോയിഡ് ഫില്ല് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അടുത്തൊരു രീതിയാണ് എസ്കേപ്പിസം ആൻഡ് അവോയ്ഡൻസ്. അതായത് നമ്മൾ ഡേ ഡ്രീമിംഗ് ഒക്കെ ചെയ്യത്തില്ലേ, അതുപോലെ ഡ്രീം ചെയ്യുന്ന ആ ഒരു ലൈഫിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു വേൾഡിലായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക. ഇന്ന് ഈ ഒരു നിമിഷം എന്ത് സംഭവിക്കുന്നു, ഇന്ന് എൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഒരു ഡ്രീം വേൾഡിലായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ടൈം ഡ്രീമിങ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ പാരാസോഷ്യൽ റിലേഷൻഷിപ്പൊക്കെ സെലിബ്രിറ്റീസ് ആയിട്ടും ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യും. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് എല്ലാം ഇമാജിൻ ചെയ്യുന്നത് ഇവരുടെ റിയാലിറ്റി ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ ഇമോഷണൽ വോയിഡാണ് ഇത്തരത്തിലുള്ള ഡേ ഡ്രീമിങ്ങും അതുപോലെ തന്നെ ഫാൻറ്റസി ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ ഇമോഷണൽ വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് എക്സസീവായിട്ട് ഗെയിമിങ് കളിക്കുന്നതും അതുപോലെ തന്നെ മൈൻഡ്ലെസ് ആയിട്ട് ഫോൺ യൂസേജ് എല്ലാം ഉണ്ടല്ലോ. അതായത് ഒരുപാട് നേരം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു TV ഷോ കാണുക, എന്തെങ്കിലും ഒരു രീതിയിൽ വെർച്വലായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. ചെയ്യുന്നത് റിയാലിറ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ റിയാലിറ്റി അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ അവരെന്ത് ചെയ്യാണ്, അവരുടെ അറ്റൻഷനും അവരുടെ ഫോക്കസ് എല്ലാം കൊടുക്കുമ്പോൾ റിയാലിറ്റി അവർക്ക് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എക്സസീവായിട്ട് ഗെയിമിങ് കളിക്കുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, ഫോൺ യൂസ് ചെയ്യുന്നത് എല്ലാം. അടുത്ത പോയിന്റാണ് അൺഹെൽത്തി രീതിയിൽ വാലിഡേഷൻ സീക്ക് ചെയ്യുക. ഇത് വളരെ കോമൺ ആയിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം കാണാൻ സാധിക്കും. അതായത് വളരെ പ്രൊവോക്കേറ്റീവായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, മറ്റൊരാളുടെ പോസ്റ്റിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നത് അവർ നെഗറ്റീവായിട്ടുള്ള ഒരു വാലിഡേഷൻ, ഒരു അറ്റൻഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടത് അറ്റൻഷനാണ്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇവർക്ക് വേണ്ട ഒരു വാലിഡേഷനോ അറ്റൻഷനോ കിട്ടുന്നത് ഏത് രീതിയായാലും ഇവരത് ചെയ്യുന്നത് ഇവരുടെ ആ ഇമോഷണൽ നീഡ് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം എൻഗേജ് ചെയ്യുന്നത്. ഇങ്ങനെ ലൈഫിൽ വളരെ ക്രോണിക്കായിട്ട് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസിലോട്ട് മാറി താമസിക്കുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഷോർട്ടറായിട്ടുള്ള പീരീഡിൽ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു ലോൺലിനെസ്സോ ഒറ്റപ്പെടലല്ല
ഇതുപോലെ ലൈഫിൽ ഒറ്റപ്പെടൽ ഫേസ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തോട്ട് വരിക? നമ്മൾ പലപ്പോഴും ചൈൽഡ്ഹുഡിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ പേരൻസ് നമ്മളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇമോഷണലി കെയർ ചെയ്യണമെന്നെല്ലാം നമ്മൾ ആഗ്രഹിച്ചിരിക്കും. ഈ ഇമോഷണൽ സപ്പോർട്ടും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷനും നമുക്ക് പലപ്പോഴും ലഭിക്കാതാവുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ തന്നെ കണക്ട് ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കണക്ഷനോ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ നമുക്ക് ലഭിക്കാതാവുമ്പോൾ നമ്മൾ സ്വയം നമ്മളായിട്ടുള്ള കണക്ഷനും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് വേണ്ടത് നമ്മളായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനും അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റും നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ എല്ലാം ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ആക്സെപ്റ്റൻസോ വാലിഡേഷനോ ഇമോഷണൽ കണക്ഷനോ ലഭിക്കാതാവുമ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ആ ഒരു പാർട്ട് വൂണ്ടഡായിട്ടായിരിക്കും കാണാം. അതായത് പലപ്പോഴും ആ ചൈൽഡിന് വേണ്ടത്ര വാലിഡേഷനോ ഒരു ഹീലിങ്ങോ അതുപോലെ തന്നെ ഒരു അക്സെപ്റ്റൻസോ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു വൂണ്ടഡായിട്ടുള്ള ആ മുറിവേറ്റ നമ്മുടെ തന്നെ ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. ഈ ഇന്നർ ചൈൽഡിനെ നമ്മൾ കണ്ടെത്തി അതിന് വേണ്ട വാലിഡേഷനോ ഇമോഷണൽ സപ്പോർട്ടോ അതുപോലെ തന്നെ ഒരു റീഅഷുറൻസ് എല്ലാം ലഭിക്കുമ്പോൾ എക്സ്റ്റേണലി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലവും സപ്പോർട്ടും നമ്മൾ സ്വയം നമ്മുടെ ഇന്നർ ചൈൽഡിന് ആ വൂണ്ടഡ് ആയിട്ടുള്ള പാർട്ടിന് കൊടുക്കുമ്പോൾ അതിനൊരു കംപ്ലീഷൻ ലഭിക്കുകയാണ്. ഈ ഒരു കംപ്ലീഷനാണ് നമുക്കിവിടെ വേണ്ടത്. ഈ വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള വാലിഡേഷൻ്റെയോ അതുപോലെ തന്നെ നമുക്കൊരു പാർട്ട്ണറുടെ ആവശ്യമില്ലാന്നും നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ ഈ വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ പറഞ്ഞ പല രീതിയിലും നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റും നെഗറ്റീവായിട്ടും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലെല്ലാം നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്നർ ചൈൽഡിന് ഈ വൂണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ പാർട്ടിന് വേണ്ട വാലിഡേഷനും സപ്പോർട്ടും ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷനും എല്ലാം നമുക്ക് സ്വയം നൽകാൻ സാധിക്കുമ്പോൾ നമുക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യും. ഈ കംപ്ലീഷനിൽ നമ്മുടെ പ്രസൻറ്റിങ് ലൈഫിൽ പല ഇഷ്യൂസും നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല ലൈഫിൽ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എൻ്റെ ചുറ്റും ആൾക്കാരെല്ലാവരും ഉണ്ടായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒറ്റപ്പെടലും ഇതെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. കാരണം നമ്മളിവിടെ നമ്മുടെ തന്നെ വൂണ്ടഡ് ആയിട്ടുള്ള ആ അൺഹീൽഡ് ആയിട്ടുള്ള പാർട്ടിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളായിട്ടൊന്ന് അതിന് കംപ്ലീഷൻ കൊടുക്കുമ്പോൾ നമുക്കിവിടെ മറ്റൊരാൾ നമ്മുടെ ലൈഫിൽ വേണമെന്നോ അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഹെൽത്തി ആയിട്ടുള്ളത് എന്താ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഈ വൂണ്ടഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ചുറ്റും ആൾക്കാരില്ലാത്തത് കൊണ്ടോ എൻ്റെ ലൈഫിൽ പാർട്ട്ണർ ഇല്ലാത്തത് കൊണ്ടോ എൻ്റെ ലൈഫിൽ ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടോ അല്ല. ആ ഒരു പാർട്ട് ആ ഒരു വൂണ്ടഡ് ആയിട്ടുള്ള പാർട്ടിന് എൻ്റെ തന്നെ ഒരു വാലിഡേഷനും എൻ്റെ തന്നെ ഒരു ഇമോഷണൽ സപ്പോർട്ടും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്.